കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും ചേർന്ന് പരസ്പര പ്രതിരോധ കരാർ എന്ന തരത്തിൽ ഒരു പ്രധാനപ്പെട്ട കരാർ ഒപ്പുവെച്ചത്. യഥാർത്ഥത്തിൽ ഇതൊരു ഇസ്ലാമിക് നാറ്റോ രൂപീകരിക്കാനുള്ള ശ്രമമാണോ, അതിനുള്ള ലക്ഷ്യമാണോ എന്നായിരുന്നു ലോകരാജ്യങ്ങളടക്കം വലിയ സംശയത്തോടെ ഇതിനെ വിലയിരുത്തിയത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കിടയിലും ഇതൊരു ഇസ്ലാമിക് നാറ്റോ എന്ന തരത്തിലുള്ള വിശേഷണം വന്നിരുന്നു. ഇപ്പോൾ തുർക്കി അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്, ഞങ്ങളുണ്ടാക്കിയ ഈ കരാർ അത് നാറ്റോയുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്, നാറ്റോയുടെ ഭരണഘടനയുമായി ഭരണ സംവിധാനവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എന്ന് വ്യക്തമാക്കുകയാണ്. പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി എന്നിവർ ഒപ്പുവെച്ച മക്ക സംയുക്ത പ്രതിരോധ കരാർ, മക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ്, നാറ്റോ സഖ്യത്തിന്റെ അടിസ്ഥാന കൂട്ടായ്മയായ പ്രതിരോധ വ്യവസ്ഥ കൂടിയായ ആർട്ടിക്കിൾ 5 സമാനമാണെന്നാണ് തുർക്കി വിദേശകാര്യമന്ത്രി അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നത്. ഈ സഖ്യത്തിന് നാറ്റോയുടേതിന് സമാനമായ ഒരു ഭരണഘടനയോ ഭരണനിർവഹണ ഘടനയോ ഉണ്ടായിരിക്കുമെന്നും ഫിദാൻ കൂട്ടിച്ചേർക്കുകയാണ്. മറ്റ് രണ്ട് രാജ്യങ്ങളും നമുക്കറിയാം, ഈ സഖ്യത്തിൻ്റെ ഭാഗമായ സൗദിയും ഒപ്പം പാകിസ്ഥാനും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രതികരിക്കുകയോ വിലയിരുത്താനോ തയ്യാറാകാതിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിക കൂട്ടായ്മ ലോകം ഭരിക്കണമെന്ന നിലപാടുള്ള തുർക്കി ഈ ഒരു നിലപാടുമായി രംഗത്ത് വരുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാറ്റോയുടെ ഭരണസമിതികൾക്ക് സമാനമായ മന്ത്രിതല സമിതി ഈ സഖ്യത്തിന്റെ ഭാഗമായി രൂപീകരിക്കുമെന്നും സൗദി അറേബ്യയിൽ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാപിക്കുമെന്നും ഫിദാൻ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയാണ്. സമിതിയുടെ ആദ്യ യോഗത്തിൽ പ്രവർത്തനപരമായ വിശദാംശങ്ങൾ തീരുമാനിക്കുമെന്നാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. സഖ്യം വിപുലീകരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും ഫിദാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കി തരികയാണ്. അതായത് ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ, കൂടുതൽ രാജ്യങ്ങൾ, അതിൽ പ്രധാനമായും ആദ്യഘട്ടത്തിൽ ഉന്നം വെക്കുന്നത് ഈജിപ്തിനെയാണ്. ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൻ്റെ ഭാഗമാകുമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് തുർക്കി രാജ്യം വ്യക്തമാക്കുന്നത്. ഈജിപ്തിനെ അദ്ദേഹം ഇതിൻ്റെ പ്രധാനമായും പരാമർശിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം, പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും ഈജിപ്തും ചേർന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മ രൂപീകരിച്ച ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അവിടെയാണ് പടിഞ്ഞാറൻ ഏഷ്യ, വടക്കൻ ആഫ്രിക്ക മുതൽ മധ്യേഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ഒരു ഇസ്ലാമിക് സൈനിക കൂട്ടായ്മയുടെ അടിത്തറ രൂപപ്പെട്ടു വരുന്നു എന്നുള്ള നിരീക്ഷകരുടെ വിലയിരുത്തൽ. കൂട്ടായ പ്രതിരോധ വ്യവസ്ഥ ഉൾപ്പെടുത്തിയതും നാറ്റോ മാതൃകയിലാണ് സഖ്യം രൂപീകരിക്കുന്നതുമുള്ള തുർക്കിയുടെ പ്രസ്താവന അത് സ്ഥിരീകരിക്കുന്ന ഒരു പശ്ചാത്തലം വരികയാണ്. അതായത് ഇസ്ലാമിക് നാറ്റോ അല്ലെങ്കിൽ ഒരു സുന്നി നാറ്റോ സൃഷ്ടിക്കുന്നു എന്ന കാഴ്ചപ്പാട് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈജിപ്ത് മാറിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ശക്തി വർദ്ധിക്കുകയും മറ്റും ചെയ്യും. പശ്ചിമേഷ്യയിലെ വലിയ വെല്ലുവിളികൾ നേരിടുന്നതിനായി ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രവർത്തനം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നമുക്കറിയാം, ഈ പല യുദ്ധ കാര്യങ്ങളിലും തുർക്കിയും അമേരിക്കയുമായി ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധകാര്യങ്ങളിലൊക്കെ തുർക്കിയും മധ്യസ്ഥത വഹിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഹമാസുമായുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചർച്ചകളിൽ ഈജിപ്തും മധ്യസ്ഥത വഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇവർ തമ്മിലൊരു കൂട്ടായ്മയും ഒരു ഐക്യവും ഒരു ഏകതയും പല കാര്യങ്ങളുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക് നാറ്റോ രൂപീകരിക്കാൻ ഈ സഖ്യത്തിന് സാധിക്കുമോ എന്നുള്ള സംശയവും പല വിദഗ്ധരും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങളുടെയും ശേഷി അവരുടെ അഭിലാഷങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ലെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നാറ്റോയ്ക്ക് ഒരു പ്രവർത്തനക്ഷമത, അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. സ്ഥാപനപരമായ ഒരു അടിത്തറയുണ്ട്. പക്ഷേ ഇത് ഈ മൂന്ന് രാജ്യങ്ങൾക്കും ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. തുർക്കിക്ക് നാറ്റോ അംഗമെന്ന നിലയിലുള്ള പരിചയ സമ്പത്തുണ്ടെങ്കിലും പാകിസ്ഥാന്റെ സൈനിക സംവിധാനം നിലവിൽ ചൈനീസ് സാങ്കേതിക വിദ്യയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. സൗദി അറേബ്യ ആകട്ടെ US സംവിധാനങ്ങളെ വലിയ തോതിൽ ആശ്രയിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതായത് പാകിസ്ഥാൻ നിലനിൽപ്പ് ചൈനയുമായി ആശ്രയിച്ചാണ്. ആയുധങ്ങളും പണവും ചൈന വൻതോതിൽ പാകിസ്ഥാനിലേക്ക് പമ്പ് ചെയ്യുന്നു. അല്ലാതെ ഒരു സ്വയം പര്യാപ്തത എന്ന രീതിയിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. സൗദിയുടെ നിലനിൽപ്പ് പൂർണ്ണമായും അമേരിക്കയെ ആശ്രയിച്ചാണ്. അവർക്ക് പരസ്പരം സഹകരിക്കാൻ സാധിക്കും, പലതരങ്ങളിൽ അവർക്കത് ചെയ്യുന്നുണ്ട്. എന്നാൽ നാറ്റോയുടെ നിലവാരത്തിലേക്കുള്ള പരസ്പര പ്രവർത്തനക്ഷമത ഇവർക്കില്ല എന്നാണ് വിദഗ്ധർ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി എന്നിവർ യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിലെങ്കിൽ ലക്ഷ്യമിടുന്നത് കൂടുതൽ ലളിതവും പ്രായോഗികമായ ഒരു സഖ്യമാണ് എന്നാണ് വിലയിരുത്തൽ. അതായത് പടിഞ്ഞാറൻ സുരക്ഷാ സംവിധാനങ്ങളെ, പ്രത്യേകിച്ച് അമേരിക്കയും മറ്റും ആശ്രയിക്കുന്നതിനുള്ള മോചനം, പശ്ചിമേഷ്യൻ നിലവിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രാദേശിക പ്രതിരോധ ശൃംഖല മാത്രമാണ് ഇത് എന്നാണ് മനസ്സിലാക്കേണ്ടത്.
നേട്ടങ്ങളുണ്ടാകാം മൂന്ന് രാജ്യങ്ങൾക്കും. സൗദി അറേബ്യയ്ക്ക് തന്ത്രപരമായ സുരക്ഷ ഉറപ്പ് ആവശ്യമാണ്. കാരണം 4 യുറ്റിൽ നിന്നും അവർ വലിയ ഭീഷണി നേരിടുന്നുണ്ട്. പാകിസ്ഥാന് നിക്ഷേപം ആവശ്യമാണ്, പണം ആവശ്യമാണ്. അവരുടെ പണപ്പെരുപ്പവും വിലക്കയറ്റവും തകർച്ചയും ഒക്കെ കൊണ്ട് പ്രാദേശികമായ ആഭ്യന്തരമായ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തകർന്നു കിടക്കുന്ന ഒരു രാജ്യമാണ്. തുർക്കിക്ക് തങ്ങളുടെ പ്രതിരോധ വ്യാവസായിക സാന്നിധ്യം വിപുലീകരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നതും പ്രധാനപ്പെട്ട ഒന്നാണ്, നമുക്കറിയാം. പക്ഷേ അപ്പോഴും തുർക്കി ഏറ്റവും അത്യന്താധുനികമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കരാർ ഗൗരവമായി പലരും പരിഗണിക്കേണ്ട ഒന്നാണ്, പ്രത്യേകിച്ച് ഇന്ത്യ. അതായത് തുർക്കിയുമായുള്ള പാകിസ്ഥാൻ്റെ സൈനിക ബന്ധം ശക്തിപ്പെടുന്നു എന്നത് ചെറിയ കാര്യമല്ല. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തൊക്കെ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നത് തുർക്കിഷ് ആയുധങ്ങളായിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് തെളിവോടുകൂടി തന്നെ ലഭ്യമായിരുന്നു. സൗദി അറേബ്യയ്ക്കാകട്ടെ സാമ്പത്തികമായി വലിയ ശക്തിയുള്ള സാമ്പത്തിക സ്രോതസ്സാണ്. അവർ പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിക്കും. രാഷ്ട്രീയ പിന്തുണ പാകിസ്ഥാൻ സ്വാഗതം ചെയ്യും, സംശയമില്ല. അങ്ങനെ ഇസ്ലാമിക് നാറ്റോയ്ക്ക് സമാനമായി ഇതിനെ കാണാൻ സാധിക്കില്ല എങ്കിൽ പോലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ വേണമെങ്കിൽ ഭീഷണിപ്പെടുത്താവുന്ന തരത്തിലുള്ള ഒരു സഖ്യമായി ഇത് ഉയർന്നു വരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ ഇസ്ലാമിക് നാറ്റോ രൂപീകരിക്കുമെന്നും ലോകം ഇസ്ലാം ഭരിക്കുമെന്നുമൊക്കെയുള്ള തുർക്കിയുടെ ഇപ്പോഴത്തെ നേരത്തെ തന്നെയുള്ള നിലപാടാണ്. ഇപ്പോൾ അത് കുറച്ചുകൂടി ഉറപ്പിക്കുന്ന നിലപാടിന് യാതൊരു തരത്തിലുള്ള സാധൂകരണം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതൊരിക്കലും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. കാരണം അമേരിക്കയും ഇസ്രായേലും ഒന്നും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. ഏതായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകളുണ്ട്. ഈ രാജ്യങ്ങളുടെ ശക്തി, ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അടക്കം കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും ലോകത്തെ ഭരിക്കാൻ തരത്തിലുള്ള ഒരു ഇസ്ലാമിക് നാറ്റോ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.